2021 ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വെടിനിർത്തൽ കരാർ അവസാനമായി പുതുക്കിയത്. ആ വെടിനിർത്തൽ കരാറിന് ശേഷം ഈ അടുത്ത കാലത്ത് വീണ്ടും വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട് പാകിസ്ഥാൻ ഭാഗത്തു നിന്നും ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെ വെടിയുതിർത്തിരുന്നു. ഇന്ത്യ വലിയ രീതിയിൽ തന്നെ തിരിച്ചടിച്ചിരിക്കുന്നു. ഇപ്പോഴതൊക്കെ ഒരു യുദ്ധത്തിലേക്ക് നീങ്ങുകയാണ് എന്നാണ് പാക് നയതന്ത്ര അവലോകന വിദഗ്ധനായിട്ടുള്ള ഡോക്ടർ ഖമാർ ചീമ പറയുന്നത്. അദ്ദേഹം പറയുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഇന്ത്യ പാക് അതിർത്തിയിൽ പ്രത്യേകിച്ച് കൃഷ്ണഘാട്ടി സെക്ടറിലൊക്കെ പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട് വെടിവെപ്പ് നടത്തിയിരുന്നു. ഇത് വരും ദിവസങ്ങളിൽ മൂർച്ഛിക്കാനാണ് സാധ്യത. ഇപ്പോൾ തന്നെ നിയന്ത്രണ രേഖ യുദ്ധ സമാനമാണ് എന്ന് അദ്ദേഹം പറയുന്നു. ഇന്ത്യൻ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇവിടെ എത്തുമ്പോഴേക്കും ഇതിനൊരു രൂപം കൈവരും. ഒരുപക്ഷെ അതിർത്തി കടന്ന് ഇന്ത്യ ഒരു വലിയ തിരിച്ചടിക്ക് ഒരുങ്ങുകയാണോ എന്നുള്ളൊരു സംശയവും ഇത് ജനിപ്പിക്കുന്നു എന്ന് പറയുന്നു. അടിക്കടി പാകിസ്ഥാൻ ഈ കരാർ ലംഘിക്കുന്നതും ഇന്ത്യയെ ബലൂചിസ്ഥാൻ വിഷയത്തിലടക്കം കുറ്റപ്പെടുത്തി രംഗത്ത് വരുന്നതുമെല്ലാം ഈ സംഘർഷം മൂർച്ഛിക്കുന്നതിന് കാരണമായിട്ടുണ്ട്. അത് ഒരു പൊട്ടിത്തെറിയുടെ വക്കിലാണ്. ഏതു നിമിഷവും അന്താരാഷ്ട്ര അതിർത്തിയിൽ വലിയൊരു സംഘർഷത്തിന് സാക്ഷ്യം വഹിക്കുമെന്നാണ് മറ്റ് നയതന്ത്ര വിദഗ്ധരും രാഷ്ട്രീയകാര്യ വിശകലന വിദഗ്ധരുമൊക്കെ പറയുന്നത്. ന്യൂസ് ഇന്ത്യ മലയാളം.